ഗുഡ് മോർണിംഗ് ഗായ്സ്. വരൂ മകനെ. ഇന്നലെ രാത്രിയിൽ കിടക്കാൻ നേരം ഞങ്ങൾക്ക് അത്യാവശ്യം ചൂടാണ്. ഞങ്ങൾ പുതയ്ക്കാതെ പാൻറ് കണ്ടോ, ഋഷി പാൻറ് കിട്ടേക്കാണ് പുതയ്ക്കാതെ കിടന്നത്. പക്ഷെ ഇന്ന് രാത്രി ആയപ്പോഴത്തേക്കിനും നമുക്ക് തണുപ്പായി തുടങ്ങി. രാവിലെ ആയപ്പോൾ വീണ്ടും ചൂടായി. രാത്രി ആയപ്പോൾ നല്ല തണുപ്പായിരുന്നു. സോ സുഖമായിട്ട് കിടന്ന് തുടങ്ങി. രാവിലെ എണീറ്റപ്പോഴത്തേക്കിനും റൂമിൽ ചൂടുവെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഋഷി പാൻറ്റാണ് കണ്ടോ. ഓ എനിക്ക് വയ്യ. ചെന്നൈന്ന് വാങ്ങിച്ച പാൻസാ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നലെ നമ്മൾ വന്ന് താമസിച്ച ആ ഒരു സ്ഥലം കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്. കമോൺ. ഇവിടെ ജോഷ്ന എവിടെ? ബാ ഋഷ വാടാ ബാ. എൻ്റെ അമ്മ ഈ കാണുന്ന മലയുടെ അടിയിലാണ് നമ്മൾ താമസിച്ചത്. എൻ്റെ ദൈവമേ, ഇത് നോക്കിയേ. ഇവിടെ ആയിരുന്നു നമ്മൾ താമസിച്ചത്. ഈ 2 ടെൻറ്റിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇത് കണ്ടോ നോക്കിയേ, സെറ്റപ്പ് നോക്കിയാൽ ആ മലയൊക്കെ നിൽക്കുന്ന നിപ്പ് കണ്ടോ. എൻ്റെ ദൈവമേ, 2 മലയുടെ നടുവിലുള്ള ഒരു വാലി, അതാണ് ശരിക്കും ആര്യൻ വാലി എന്നൊക്കെ പറയുന്ന പ്രദേശം. നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് തന്നെ ഏകദേശം 8768 എന്താ പറയുക ഫീറ്റ് എബോവ് സീ ലെവലാണ്. ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ ശബ്ദം എന്ന് പറയുന്നത് നദിയിലൂടെ വെള്ളം ഓടുന്ന സൗണ്ടാണ്. ഇവിടെ സെറ്റപ്പല്ലേ, അടിപൊളിയല്ലേ. ആര്യൻ നേച്ചർ ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ വന്ന് താമസിച്ചത്. ഇവിടെ ക്യാമ്പ് ഫെയർ ചെയ്യാനുള്ള സൗകര്യങ്ങളും മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. ഹലോ, വെള്ളം കാണാൻ പോകാം. ബാ. ഇവിടെ വെള്ളം ഇങ്ങനെ അതിശക്തമായിട്ട് നമുക്ക് ഒഴുകുന്നതാണ് ഇവിടുത്തെ ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ കടൽ തീരത്തൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കിനും നമുക്ക് തേരടിക്കുന്ന സൗണ്ട് കേൾക്കത്തില്ലേ, അതേപോലെ. ഇതാണ് ഇൻഡസ് നദി, അതായത് എന്താ പറയുക ഇൻഡസ് റിവർ. നമുക്കറിയാമല്ലോ ഇൻഡസ് റിവർ ഏതാണെന്ന് നമുക്കറിയാം. ഇൻഡസ് റിവറാണ് ഈ കാണുന്നത്. അപ്പോൾ ആ റിവർ ഇങ്ങനെ കുത്തി ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന പാറകളില്ലേ, മലകളില്ലേ, ആ മലയുടെ അതേ കളറിലാണ് ഈ വെള്ളം ഒഴുകുന്നത്. ഈ മഞ്ഞ് ഉരുകി വരുന്ന വെള്ളം അതിശക്തമായിട്ട് കുത്തി ഒലിച്ച് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പുറത്ത് ഒരു ബസ് കിടക്കുന്നുണ്ടോ അവിടെ, കണ്ടോ? അതാണ് റോഡ്, അതാണ് വാഹനം പോകുന്ന റോഡ്. അതിലേ കൂടെയാണ് നമ്മൾ വന്നത്. ആ ഭാഗത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ ഒരു തൂക്കുപാലം കയറി ഇറങ്ങിയാണ് നമ്മൾ ഈ കാണുന്ന നേച്ചർ ക്യാമ്പിലേക്ക് നമ്മളിവിടെ വന്നത്. ഇതൊരു ഔട്ട്ഡോർ റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സ്ഥലം. ഇത് വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ഒരു ബേസിക് അമ്യൂണിറ്റി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. സോ ഈ ഒരു റിവറിൻ്റെ സൈഡിൽ ഈ ഒരു സൗണ്ടൊക്കെ കേട്ട് നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു താമസം, അതായിരുന്നു ഞങ്ങൾ ഇന്നലെ താമസിച്ചത്. ഇറ്റ് വാസ് നൈസ്. കുറച്ച് ലേറ്റായിപ്പോയി രാത്രി എത്താൻ എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൊരു വിഷമം. ഇവിടെയൊക്കെ ഡ്രോൺ പറത്താമായിരുന്നെങ്കിൽ അയ്യോ എന്ത് ഗംഭീര വിഷ്വൽസ് എടുക്കാമെന്നറിയോ. കറക്റ്റ് എനിക്ക് ഈ സ്ഥലം നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഉള്ളത് ഇതെല്ലാം പാകിസ്ഥാൻ ബോർഡർ പ്രദേശങ്ങളാണ്, പാകിസ്ഥാനോട് വളരെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. സോ ഇവിടെ ഡ്രോൺ പറത്തുന്നത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് റിസ്ക്കാണ്. ഹൗ ആർ യു? എന്താണ്? ഒന്നുമില്ല, ഞാൻ അപ്പൂപ്പന്താടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ അപ്പൂപ്പന്താടി? എന്തിയേ? ഇത് അപ്പൂപ്പന്താടി അല്ലല്ലോ, ഇത് വേറെന്തോ പൂവാ. ഇത് അപ്പൂപ്പന്താടി ഒന്നുമല്ല. ഇതിനാണ് സത്യം നാട്ടില്. ഇത് വേറെന്തോ സാധനമാണ്. അപ്പൂപ്പന്താടി എന്ന് പറയുന്നത് മറ്റേ മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നൊരു സാധനമാണ്. ഇത് വേറെയാ. ഇതിനാണെന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നത്, എനിക്കറിയത്തില്ല. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ആയിരിക്കും പറയുന്നത്, എൻ്റെ നാട്ടിൽ അങ്ങനല്ല പറയുന്നത്. ശക്തി കൂതണം. ആനൂത് പറക്കുമത്, ആനൂതല്ലേ പറക്കുള്ളത്. അയ്യോ എല്ലാം പോയല്ലോ. ഞങ്ങളുടെ ടെൻറ്റിൻ്റെ ബാക്ക് സൈഡ് ഈ വലിയ മലയായിരുന്നു കേട്ടോ. ഇത് രാത്രി വന്നപ്പോൾ ഞാനിവിടെ ഇത്ര വലിയ മലയുള്ള കാര്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം കാണത്തില്ലായിരുന്നല്ലോ. ഇത് ടെൻറ്റൊക്കെ മലയോട് ചേർന്നായിരിക്കുന്നത്. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ശരിക്കും ബേസിക് ടെൻറ്റ് ഫെസിലിറ്റീസാണ് കൂടുതലും ഉള്ളത്. കാരണം ഇതത്ര ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് വരുന്ന സ്ഥലമല്ല. ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് വരുമ്പോഴാണ് ഈ ടെൻറ്റൊക്കെ മാറി പിന്നീട് ബാക്കിയുള്ള കോട്ടേജുകളും ബാക്കിയുള്ള സംഭവങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ മാറുന്നത്. കണ്ടോ, ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ടെൻറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ലഡാക്കിൽ എവിടെ ഉള്ളതുപോലെ തന്നെയുള്ള ടിബറ്റൻ ഫ്ലാഗുകൾ നമുക്കിവിടെ കാണാം. ഇത് ഇവരുടെ കിച്ചൺ ആണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു. നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. സോ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഈ കാണുന്നത്, ആ ഒരു റിവർ സൈഡിൽ തന്നെ. എനിക്ക് സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കിഡിലൻ ആംബിയൻസാണ്. ആ ഒരു ഇതിൻ്റെ സൗണ്ട്, വെള്ളത്തിൻ്റെ സൗണ്ടാണ്. വെള്ളത്തിൽ ചവിട്ടരുതേ. ബാ. ഡൈനിങ് ഹാൾ, ഇതാണ് ഡൈനിങ് ഹാൾ. അടിപൊളിയല്ലേ? സ്റ്റെപ്പാണ്. ഇതിൻ്റെ മുമ്പിൽ കൂടെ എല്ലാം ചെറിയ ഇങ്ങനെ ഇതുപോലെയുള്ള വെള്ളത്തിൻ്റെ അരുവികൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കാമോൺ. സോ ഇതാണ് റെസ്റ്റോറൻറ്റിൽ ഇന്നലെ ഞാൻ കാണിച്ച പോലെ തന്നെ ഇതാണ് ഇവിടുത്തെ ഒരു നാച്ചുറൽ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് ബിയർ മുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാലും നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഇൻഡസ് നദി ഇങ്ങനെ ഒഴുകുന്ന കാണാൻ സാധിക്കും.
എല്ലായിടത്തും ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളുകൾ, ഭയങ്കര രസമുള്ള കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. സമ്മറിൽ ലഡാക്ക് ഭയങ്കര ബ്യൂട്ടിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും കടലക്കറിയും ഓംലെറ്റും. അങ്ങനെ നമ്മൾ തിരിച്ച് എങ്ങോട്ട് പോവാണ് ശ്വേത? തിരിച്ച് വണ്ടി എനിക്കാണെങ്കിൽ ഇവിടെ പാൽപിറ്റേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. എനിക്ക് പേടിയാണ് ഇങ്ങനെ കാണുമ്പോൾ. അതെ അതെ അതെ, ഇതിനെ ഒന്ന് പിടിക്കാമോ? അവരാണ് എവിടെ വെള്ളം കണ്ടാലും അതിനകത്ത് പോയി കൈയിടും. വാ നടക്ക്. എൻ്റെ പൊന്നോ, എന്ത് ഭംഗിയുള്ള സ്ഥലമായിരുന്നു അല്ലേ. എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു ഇത്. ഈ പൂക്കളൊക്കെ നോക്കിയാൽ എന്തോരം പൂക്കളാണെന്നറിയോ അവിടെയൊക്കെ ഇവിടെ ഉണ്ടായി നിൽക്കുന്നത്. വെറുതെ കാട് പിടിച്ച് കടക്കുന്ന കാണാൻ പോലും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി നമുക്ക് റോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വലിയൊരു ഭഗീരഥ പ്രയത്നം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. കൃഷിക്ക് നടക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, ട്രക്കിങ്ങിനൊക്കെ പോകാനായിട്ട്. നടക്കുക. ഇപ്പം വീഴുവേ, കയ്യെ പിടിക്കത്തില്ല എന്ന് വാശിയാണേ. കയ്യെ പിടിച്ചേ. കാല് സ്ലിപ്പായാൽ നേരെ സിന്ധു നദിയിൽ പോയി കിടക്കും കേട്ടോ. കേട്ടല്ലോ? അതുപോലെ അത്ര ഡേഞ്ചറസ് വഴിയാണ്. നോക്കിയേ, പതുക്കെ പോണേ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ അരുവിയിൽ വെള്ളം ഇങ്ങനെ വന്ന് അതിങ്ങനെ സിന്ധു നദിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര്യ നേച്ചർ ക്യാമ്പ് അടിപൊളി കേട്ടോ. ഇവിടുത്തെ ട്രൈബ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും എത്ര ശക്തിയോടെ ഒഴുകുന്ന ഒരു പുഴയാന്ന് നോക്കി. ഇത് ഭീകരമായിട്ടുള്ളൊരു ഫീലാണ് ഇവിടെ നോക്കുമ്പോൾ. ഈ മലയൊക്കെ ഏത് സമയത്തും എവിടെ ഇറങ്ങണമെന്ന് വേറൊന്നും വേണ്ട. ഇത്ര ഭീകരമായിട്ട് ഒഴുകുന്ന ഒരു പുഴ നമുക്കിവിടെ കാണാം. ആരാ ഇവിടെ കിടന്നുറങ്ങുന്നത് ഈ സമയത്ത്? രാവിലെ തന്നെ ആരോ ഒരാളിവിടെ കിടന്നുറങ്ങുന്നത്. പിള്ളേരൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ പാരൻസൊക്കെ ചിലപ്പം ഇവിടെ എവിടെയെങ്കിലും ജോലിക്കോ മറ്റോ വന്നവരൊക്കെ ആയിരിക്കും. ഇവരെനിക്ക് തോന്നുന്നു ജിപ്സികളാണെന്ന് തോന്നുന്നു. ഹലോ ഹലോ ഹലോ, ജിപ്സികളായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ഹായ്. ഇനി ഈ കാണുന്ന വഴി കൂടെ കയറി ആ കാണുന്ന പാലം ക്രോസ് ചെയ്ത് നമ്മൾ തിരിച്ച് റോഡിൽ വണ്ടി ഇട്ട സ്ഥലത്തേക്ക് പോകണം. ഇവിടെ ആപ്രിക്കോട്ടിൻ്റെ മരം നിൽക്കുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഈ വാലി മുഴുവൻ ആപ്രിക്കോട്ടാണ് ഇവരുടെ മെയിൻ കൃഷി എന്ന് പറയുന്നത്. ഇത് പഴുത്ത് തുടങ്ങും. ഇവിടെ ഒരു സീസൺ ഇല്ലേ മറ്റേ ആപ്രിക്കോട്ടിൻ്റെ, വിൻ്റർ കഴിയുമ്പോഴത്തേക്കിനും ഇതെല്ലാം കൂടെ പൂവാവുന്ന സമയത്ത് ഇവർക്കൊരു ഫെസ്റ്റിവലുണ്ട്. അത് ഒരു 1.5 സംഭവമാണ് ഇവിടെ. ആ സമയത്ത് ആപ്രിക്കോട്ട് ചെറി ബ്ലോസം എന്നൊക്കെ പറയുന്ന പോലെ ആപ്രിക്കോട്ട് ബ്ലോസം ഫെസ്റ്റിവൽ, അതിവിടുത്തെ ഒരു ഭയങ്കര സംഭവമാണ്. ആ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ ഒക്കെ വേറെ ലെവലായിരിക്കും കാണാനൊക്കെ. ഉണ്ട് ആപ്രിക്കോട്ട്. പഴുത്തിട്ടില്ല, ടേസ്റ്റ് ഉണ്ട്. ഈ മനുഷ്യൻ കൃഷിനെ എടുത്തുകൊണ്ട് ആ മലയുടെ മേലുകൾ നടക്കുന്നുണ്ടോ? എന്തോ വിജനമാണ് ഈ സ്ഥലങ്ങളൊക്കെ. എന്ത് രസമാണ് സ്ഥാനങ്ങളൊക്കെ കാണാനായിട്ട്. ഈ പാലിപ്പോൾ പൊട്ടിപ്പോ എന്ത് ചോദിച്ചതാ? എന്ത് ചെയ്യും പൊട്ടിപ്പോയാല്? നീ എന്ത് ചെയ്യും? ചേതൊക്കെ ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ പേടിയാ. ട്രക്ക് ചെയ്യാൻ പോകണോ? സുധേ, നിങ്ങൾ ഫുൾ ടൈം ട്രക്കിങ്ങിൻ്റെ ആളാണ്. എൻ്റെ മോൻ അങ്ങനല്ല, അതേ എടുത്തോണ്ട് പോകുന്നത്. അയ്യോ, ഒന്ന് കയറാൻ വലിയ പ്രശ്നമില്ല, ഇറങ്ങാൻ പോകുമ്പോഴാണ് പേടിയാവുന്നത്. കയറാനും ചെറിയ പേടിയൊക്കെ ഉണ്ട് കഴിച്ചു. ദൈവമേ, സുധി ഋഷിനെ കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ മേൽക്കൂടെ നിൽക്കുന്നത് പോയി. അയ്യോ, ഋഷി ട്രക്കിംഗ് ചെയ്തല്ലേ? എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ. ഈ കാണുന്ന മലമുകളിലേക്ക് ട്രക്ക് ചെയ്ത് കയറി ഞങ്ങൾ. നമ്മളിപ്പോൾ ആക്ച്വലി ഗാർക്കോൺ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഉള്ളത്. അവിടെയാണ് നമ്മൾ താമസിച്ചത്. അവിടെ കണ്ടോ നമ്മുടെ ആ അതിൻ്റെ ഇപ്പുറത്ത് കുളിക്കടവ് പോലത്തെ എന്തോ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആപ്രിക്കോട്ടൊക്കെ പഴുത്ത് നിൽപ്പുണ്ട് ഇവിടെ. ഈ കാണുന്നൊക്കെ ആപ്രിക്കോട്ടിൻ്റെ ചെടികളും മരങ്ങളൊക്കെയാണ്. എന്നാ ഋഷി കഴിച്ചു ആപ്രിക്കോട്ട്? ഇങ്ങനെ വണ്ടി നിർത്തി ആപ്രിക്കോട്ടൊക്കെ പറിച്ചുകൊണ്ട് വന്നു. അടിപൊളി. മധുരമുണ്ട് കേട്ടോ. നൈസ്. നമ്മളിപ്പോൾ ഒരു മലയുടെ മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാന്ന് പറഞ്ഞൊരു വില്ലേജ്. ആര് ശരി ആണോ? ഇവിടുത്തെ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വെള്ളക്കാരെ പോലെ തോന്നും. വെൽക്കം ടു ദ വില്ലേജ്. 500 മീറ്റർ. ഓ, വെള്ളം ഒഴുകി വരുന്ന വരവ് കണ്ട. ഇത് പാലത്തിൻ്റെ മേളിൽ കൂടെ നമ്മൾ പോവാണ്. ഇവിടെ കുളം പോലെ ഇരിക്കുന്നൊരു സ്ഥലം.
രക്ഷയില്ല കേട്ടോ. എന്താണിത്, പാലൊഴുകി വരുന്ന പോലെ ഉണ്ട്. ഇവിടെ ഈ ഒരു ഗ്രാമത്തിലേക്ക് റോഡൊക്കെ പണിത് വരുന്നതേ ഉള്ളൂ. ഈ ഭാഗത്തേക്കൊക്കെ കണ്ടില്ലേ, റോഡ് പോലും ഇല്ലാത്തൊരു ഗ്രാമത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വീട് കണ്ടോ, വീട് നോക്കി പണിതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ശരിയാണോ, ഈ പാറയുടെ മണ്ടയിൽ കുറച്ച് കോൺക്രീറ്റ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ചില സ്ഥലത്ത് വെറുതെ ഈ കരിങ്കല്ലെടുത്തിട്ട് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. സിമെൻറ്റ് പോലും തേക്കാത്ത രീതിയിലുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു വീടാണ് ആ കാണുന്നത്. കണ്ടോ, ഇത്രയ്ക്ക് റിമോട്ടായിട്ടുള്ള ഒരു ഗ്രാമം ഒക്കെ ശരിക്കും ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇവിടെ വരെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് കണ്ടില്ലേ. ഹോം സ്റ്റേ, ഗസ്റ്റ് ഹൗസുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ അവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. ആ കാണുന്നതൊക്കെ ഓരോ വീടുകളാണ്. അവിടെയും കൃഷിയുണ്ട്. കൃഷി, ഇതൊരു ഗസ്റ്റ് ഹൗസ്, അടിപൊളി, നൈസ്. മതിലൊക്കെ കണ്ടില്ലേ, മതില്. പിന്നെ ആ വീടിൻ്റെ എല്ലാം ഇവിടുത്തെ ലോക്കലി എടുത്തിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ വീടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു കാണുമ്പോഴത്തേക്കിനും. വാവ്, ഇത് നമ്മൾ ഭൂട്ടാനിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള വീട്. ഇതിലൂടെ എല്ലാം ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കേൾക്കാം. ഉണ്ടോ, അടിപൊളി. ഒരു മൾബറി മരം നിൽക്കുന്നുണ്ടോ, വലിയ. ഇത് ഭയങ്കര വലുതാണല്ലോ. എത്ര വർഷം പഴക്കമുണ്ടാവും ഈ മരത്തിന്. ഇതിൽ മൾബറി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ വീടൊക്കെ നോക്കി. ഇതെന്താണ് ബ്രോ? ഇത് അതായത് ഒരു സമയത്ത് ആൾക്കാർ താമസിച്ചിരുന്ന വീടുകളാണ് കണ്ടോ. ഇതിപ്പോൾ ഇടിച്ചു പൊളിച്ചവർ വേറെ എന്തോ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കി. പക്ഷെ എൻ്റെ ദൈവമേ, ഇത് രക്ഷയല്ല കേട്ടോ. ഇത് അടുത്ത വീട്, അതിൻ്റെ മേളിലേക്ക് മുന്തിരിയാണെന്ന് തോന്നുന്നു, എന്തോ പടർത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്, എന്തൊക്കെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇവിടെ താഴെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഇരിപ്പുണ്ട്. അവർ നമ്മളെ കണ്ടപ്പോഴത്തേക്കിനും അവർ തൊപ്പി എടുത്ത് തലയിൽ വെച്ച്. ശ്രദ്ധിച്ചോ, 2 അമ്മൂമ്മമാരാണ്. നമുക്ക് ആണല്ലേ, ആണല്ലേ. ഇവരിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതായിരിക്കും അല്ലേ. ഇതൊക്കെ വീടുകളാണ് കേട്ടോ. ഇതൊക്കെ വീടുകളാണ് കണ്ടില്ലേ, നോക്കി. ഇവര് പുതിയ വീടുകളും മേളിലിങ്ങനെ പണിതുകൊണ്ടിരിപ്പുണ്ട്. താഴെ ഈ കട്ട വെച്ചിട്ടുള്ളത് അതുകൊണ്ടുള്ള അതിൻ്റെ മേളിൽ അവർ പുതിയ വീടുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചോദിക്കേ സുധി, ഭാഷ അറിയത്തില്ല, അതാണ് പ്രശ്നം. ഇവിടെ ഗാഡി സൈഡ് में रखने के लिए जगह, उधर जगह बहुत है. अच्छा ये जगह है. ठीक है भैया. അതൊക്കെ നോക്കി. അതിനകത്തൊക്കെ ഇതെന്തു, ഇത് ദൈവം, ഇത് എന്ത് സ്ഥലമെന്ന് പോലും മനസ്സിലാവും. നമുക്ക് ഇറങ്ങി നോക്കാം കേട്ടോ. വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ ആ വില്ലേജിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി നോക്കിയപ്പോഴത്തേക്കിനും ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ മുന്തിരിയാണ്. അതായത് കാട് പിടിച്ച് കിടക്കുന്ന മുന്തിരിയൊക്കെ വെറുതെ കാട് പിടിച്ച് കിടക്കാണ് ഇവിടെ കണ്ടില്ലേ. കമോൺ ഗൈസ്, ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയാണ്. ശ്രുതി അതിൽ മരത്തെ കയറി കാണും. അവിടെ താഴെ ഒരു അമ്മൂമ്മ ഇരുന്ന്, അത് ശരിക്കും പുള്ളിക്കാർ എന്താ ചെയ്യുന്നത് അറിയാമോ, അതിനടക്കത്തെ കള പറിച്ചുകൊണ്ടിരിക്കുക. അവിടെ താഴെ കോളിഫ്ലവർ കൃഷിയും, അങ്ങനെ ഇവർ ഈ സമ്മറിൽ എന്തൊക്കെ കൃഷി ചെയ്യാമോ അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവരിവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതെന്താണെന്നല്ലേ കാണിച്ചു തരാം. അങ്ങനെ ലഡാക്കിൽ വന്നിട്ട് റേഞ്ച് ഇല്ലാത്തൊരു ഗ്രാമം കണ്ടിരിക്കുകയാണ്. ഇപ്പം അതൊക്കെയാണ്. പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലഡാക്കിൽ വന്നിട്ട് റേഞ്ച് ഉള്ളൊരു സ്ഥലം കിട്ടിയതൊക്കെ ആയിരുന്നു. ഇപ്പം റേഞ്ച് ഇല്ലാത്തൊരു ഗ്രാമം ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. വെള്ളം കണ്ടാൽ പിന്നെ നമുക്ക് ഭയങ്കര താല്പര്യമല്ലേ, ഒഴുകി പോവല്ലേ. ബാ ഇങ്ങോട്ട് വാ, നമുക്ക് അവിടെ എന്തോ ഉണ്ടെന്ന്, പശു ഉണ്ടെന്ന് നോക്കിയിട്ട് തരാം. വാ. ഇത് വാൾനട്ട്, അതായത് ഇവിടെ എല്ലാ എക്സ്പെൻസീവ് ഫ്രൂട്ട്സും ഉണ്ട്. വാൾനട്ട്, ഫ്രൂട്ട്സും നട്ട്സാണ്. അത് ഫ്രൂട്ടാണല്ലോ ബേസിക്കലി. വാൾനട്ട്, ആപ്രിക്കോട്ട്, പിന്നെ എന്ത് സാധനങ്ങൾ വേണോ, ആപ്പിൾ എന്ത് വേണോ അതെല്ലാം ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഇത് എടുത്തത് പച്ചയാണ്, എന്നാലും ഞാൻ പൊട്ടിച്ച് നോക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പൊട്ടിച്ചിട്ട് കാര്യമുള്ളൂ. ഇത് പൊട്ടിച്ച് മുറിച്ച് പോയി കഴിഞ്ഞാൽ മറ്റേ ബ്രെയിൻ്റെ ഷേപ്പിലുള്ള ഫ്രൂട്ടിനെ കിട്ടും. സോറി ഗൈസ്, ഇത് പച്ചയാണ്, ഒന്നും കിട്ടുന്നില്ല. അത് സ്വിമ്മിംഗ് പൂൾ അല്ല, ഇങ്ങോട്ട് കയറും. ആ ചെരുപ്പിടെ. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, പലരും പണിക്കൊക്കെ പോയിരിക്കുകയാണ്. കുറച്ച് പേര് ഇവിടെ അവിടെയൊക്കെ ഇരിപ്പുണ്ട്. കുറച്ച് പേര് അവിടെ ജനലിൻ്റെ മേളിൽ ഇത് തലയൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ആൾക്കാരല്ലേ. ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ അപരിചിതരായിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ടും അവരൊക്കെ നമ്മളോട് സംസാരിക്കുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇവിടെ വേറെ ആരും ഇല്ല, വേറെ ടൂറിസ്റ്റുകൾ ആരും ഇല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതേ ഒരു ശുനകൻ ഇറങ്ങി വരുന്നു. ആട്ടുംകൂടോ? ഇതോ ശരിയാണല്ലോ. ആട്ടുംകാട്ടം കിടപ്പുണ്ട്. ഇത് ആടിനെ ഇടുന്ന കൂട്. ഇവിടെ പിന്നെ വന്യമൃഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓക്കെ, ഇവരിവിടെ ഉള്ള സ്ഥലത്ത് വെള്ളമൊക്കെ വെച്ച് കൃഷി ചെയ്യുന്നുണ്ട്. ഇവരുടെ ഇറിഗേഷൻ സിസ്റ്റം ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. എല്ലാ ഗ്രാമത്തിലും എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഇതുപോലെയുള്ള സ്ഥലത്ത് ഒരു ഗസ്റ്റ് ഹൗസ് വരെ ഉണ്ട്. ഈ ഒരു സ്ഥലത്ത് റേഞ്ച് ഇല്ലാത്ത സ്ഥലം കേട്ടോ. റേഞ്ച് ഇല്ല, ഇവിടെ ഒന്നുമില്ല. കണ്ടില്ല, ഇതൊക്കെ പഴയ വീട്, പിന്നെ മേളിൽ വീട്. ഇതൊക്കെ ഇവരുടെ പുരകളും പിന്നെ
ആടിനെയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങൾ വിൻ്ററൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇവർക്ക് ഈ സമ്മറിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്യുമല്ലോ, അതിന് വേണ്ട പരിപാടികളും സ്ഥലങ്ങളും ഒക്കെയാണ് മൊത്തത്തിൽ കൂടുതലും. हाय भैया, उसको हिंदी नहीं आता है. ये क्या करने के लिए ये लग हाँ ओके. ഇത് ഇതുണ്ടാക്കാനല്ലേ, വീടുണ്ടാക്കാനല്ലേ. ഓക്കെ വെരി ഗുഡ്. ये कौन सा लकड़ी है? ये वो सफेद का है, ये है ना ये वाला पेड़ वो सामने दिखा ओके वो लंबा वाला. ओके ठीक है ठीक है. नाम क्या है आपका? बशीर, मुबाशिर. इधर ये गांव का है? इसका नाम है नहीं आप किधर, कौन से गांव में है? डोडा डोडा, ओ इधर का नहीं है. इधर का नहीं. ओके डोडा डोडा. ओके आपका क्या कहाँ पे? आपका कहाँ पे? डोडा 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 जम्मू के साइड में. तो आप भी आर्यन है? नहीं. हाँ नहीं आयरन. ആര്യൻ ഓക്കെ ഓക്കെ ഫൈൻ ടേക്ക് താങ്ക് യു. ഇവിടെ നമുക്ക് ഇവർ വീട് പണിയുക. ഇത് നോക്കി കല്ലൊക്കെ വെച്ചിട്ട് ഇത് എന്താ വീടാണോ എന്താ പരിപാടി നടത്തില്ല, ചോദിച്ചു നോക്കട്ടെ. हाँ भैया ये सब घर है और बाजी रखने का, हाँ बाजी बंद करने का, क्या रखने के लिए? बकरा बंद है. बकरा बकरा This- आड़िने आड़िने. आड़ने വേണ്ടി. ओके 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 फाइन फाइन. ओके आप लोग किधर से? नेपाल से. നേപ്പാൾ സേ. അച്ഛാ, നേപ്പാളിൽ നിന്ന് വന്ന് ജോലി എടുക്കുന്ന ആൾക്കാർ ഇവിടെ ജമ്മു എന്നുള്ള ഒരാളവിടെ. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെവിടെ? ഇവിടുത്തെ നാട്ടുകാർ ഈ ഇരിക്കുന്നൊക്കെ ഇവിടുത്തെ നാട്ടുകാരാ. വെറുതെ ഇരിക്കുന്നവരാ? അവര് പണിയൊക്കെ എടുക്കും. ആണോ? അവരെ കാണുന്നില്ല. ഇവരുടെ സെറ്റപ്പ് ഒക്കെ നോക്ക് എന്താണ്. ഇതൊക്കെ ഓരോ സ്റ്റോർ റൂമുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. മനസ്സിലായില്ലേ? സ്റ്റോർ റൂം എന്തൊക്കെ പരിപാടികളാന്ന് നോക്കി. അത് ഷെല്ല് പോലെയായിരിക്കുന്നത്. ഇവര് പാരമ്പര്യമായിട്ട് ഇവരോട് ചോദിച്ചാൽ ഇവര് പണ്ട് എവിടെ നിന്ന് വന്ന ആൾക്കാരാന്നൊക്കെ ഒന്ന് ചോദിച്ചേ. आप लोग इधर का है? ओके. आप लोग आर्यन लोग हैं? ओके. कहाँ का है आप? हम केरला से. केरला. आर्यन आर्यन प्योर आर्यन. आप लोग कौन सी भाषा बोलते हैं इधर? दर्द हाँ दर्द आर्यन. ഓക്കെ. ഓ അലഗി. ഓക്കെ. ഇവരിവിടെ വേറെ ഭാഷ സംസാരിക്കുന്നുണ്ട്. ഇവർക്ക് വേറെ ഇവരുടെ ആയിട്ടുള്ളൊരു ഭാഷയുണ്ട്. പശുവിനെ കാണാൻ പോവാം. टोटल कितना विलेज में कितना कितना भाषा है? वो तो एक यहाँ पे लड़की होता है. मैं आपका विलेज में दूसरा दूसरा भाषा बोलता है ना. ഹലോ. 3 विलेज में एक भाषा. एक ही भाषा. बाकी तो लड़की. बाकी तो लड़की बोलता है. हाँ ठीक है. कारगिल को भाषा. कारगिल वाला में कारगिल के पास भी है. ओके. ये ले डिस्ट्रिक्ट है ना? ले. ओके ओके. आप लोग इधर क्या क्या काम करते हैं? पूरा जमींदारी. पैसा मिलने के लिए क्या क्या काम करते हैं इधर? जमींदारी. हाँ ओके. खेती बाड़ी. खेती. हाँ बकरी पालना, बैल पालना. ऋषि, ओके. ये सब आपका आपका घर है? नहीं हमारे गाड़ी है आगे. ആകെ ടീക്ക് ടീക്ക്. പിന്നല്ല അവൻ വെള്ളത്തിലല്ലേ കളിക്കട്ടെ, അല്ലാണ്ട് ഇപ്പൊ എന്നാ ചെയ്യാ? ഇങ്ങനെയൊക്കെ അല്ലേ കളിക്കാൻ പറ്റുള്ളൂ. കളിക്കാനായിട്ട് ഇനി ഇവിടെ വരാൻ പറ്റില്ല. കളിക്കാൻ ഇനി ഇവിടെ വരാൻ പറ്റത്തില്ലല്ലോ. അത്രേ ഉള്ളൂ. അവര് കളിക്കട്ടെ. ആ പാൻ്റൊക്കെ നനഞ്ഞ് ഷൂസ് ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇവൻ എവിടെയൊക്കെയാണോ പോയി കൈയിടുന്നത് എനിക്കറിയത്തില്ല. എന്തുവാടാ ചെയ്യുന്നത്? നമസ്തേ. കേരള. Jule. झूले 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 झूले. यस नमस्ते. कहाँ से आया? केरला. केरला मालूम है? केरला नहीं मैं है मालूम. मद्रास मालूम है? मद्रास मालूम नहीं है. मद्रास लोग मद्रास तमिलनाडु केरला दिल्ली को मालूम है. दिल्ली. ओके ओके. हम लोग पूरा नीचे साउथ में കേരള. അവർക്ക് ഡൽഹിയും ഇത് മാത്രമേ അറിയത്തുള്ളൂ. ഈ ജുല എന്ന് പറഞ്ഞാൽ ഇവരുടെ ജൂലേ. ഹലോ ജൂലേ. താങ്ക് യു. ഏതാ ഈ ഇവിടെ കയറിയോ? പിന്നെ മലിഞ്ഞേ വണ്ടിയിലൊക്കെ കയറിയിട്ട് മൽബറി. എവിടെ മൽബറി എന്നാ കഴിച്ചു നോക്കട്ടെ. ആണോ? എവിടെ? അവര് കഴിക്കത്തില്ല. എന്റെ മോമിനെ കഴിക്കത്തേ ഇല്ല. ഇത് ശരിക്കും ബ്ലാക്ക് ബെറി പോലെ ഉണ്ട്. അടിപൊളി. ഋഷിക്ക് വേണോ? വാ. ബ്ലാക്ക് ബെറി വേണോ? വാ. ഗന്ധാഹേന്ന് അത് ചെളിയാന്ന് അവിടെ അല്ല. ജൂലേ 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 നമസ്കാരം.
सब ठीक सब ठीक है सब ठीक है ठीक है ठीक है ये तो गरम है, गरम नहीं करना चाहिए, इधर पानी से അവരുടെ കഴുത്തേലും കാതയിലും എല്ലാം കിടക്കുന്ന ആഭരണങ്ങളൊക്കെ നോക്കി ശ്വേത, എന്ത് ഭംഗിയല്ലേ അല്ലേ ഋഷ? ഓ ഇത് കാണാത്ത എന്താണെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. തിരിക്ക് ഋഷി, നോക്കി തിരിക്കണം, കൈ പിടിച്ച് നോക്കി തിരിക്കണേ. ഹായ്, കറക്കല്ലോ. ഋഷീനെ കൂട്ടാതെ ഞങ്ങൾ പോവോ? ഇല്ലല്ലോ. ആ കറക്ക് കറക്ക് കറക്ക്, നല്ല പോലെ കറക്ക്. മണിയുണ്ട് കേട്ടോ ഇവിടെ, നല്ല പോലെ കറക്കുമ്പോഴാണ് മണി അടിക്കുന്നത്. ആ ശബ്ദം അത് പോയിട്ട് തട്ടണം. ആ സ്പീഡിൽ കറക്കിയാലേ നല്ല സൗണ്ട് കേൾക്കുള്ളൂ. ഇവിടെ ഇവർ ആംഫി തിയേറ്ററൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും പഞ്ചായത്തിന്റെ സ്ഥലമായിരിക്കും. ആ ഇവരുടെ മറ്റേ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഇവൻറ്റുകളോ പ്രോഗ്രാംസോ ഒക്കെ നടത്തുന്ന ഇവരുടെ സ്ഥലമായിരിക്കും. ഈ ഓരോ മരങ്ങളുടെയൊക്കെ വണ്ണം നോക്കി, എന്തോ വണ്ണമാണെന്ന് നോക്കി. ഇതൊക്കെ വാൾനട്ടാ കണ്ടോ? ശരിയാ, വാൾനട്ടാണ് ഇതെല്ലാം. ഇതിൻ്റെയൊക്കെ വണ്ണം നോക്ക്, എന്ത് വലിപ്പമുള്ള മരമാണ്. അതാണ് ഈ ഗ്രാമത്തിലെ ഏക ഗസ്റ്റ് ഹൗസ്. അങ്ങനെ സുധീഷ് വണ്ടി എടുത്ത് വന്നിരിക്കുകയാണ്. കമോൺ ഗായ്സ്, ലെറ്റ്സ് ഗോ. അതിശക്തമായ വെള്ളം കുത്തിയൊലിച്ച് വരുന്നതിനിടയ്ക്ക് ഇവിടെ ഒരു ചെറിയൊരു കുളം പോലെ ആയി കിടക്കുന്നുണ്ടോ. ഇവിടെ ഈ റോഡിൽ ഇതൊക്കെ പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ വഴിയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം പാകിസ്ഥാൻ ബോർഡറിലേക്കൊക്കെ എത്തും. അതായത് പാക് ഒക്യുപ്പൈഡ് കശ്മീർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്കൊക്കെ എത്താൻ പറ്റും. അതുപോലത്തെ വഴികളായിരിക്കും ഇതല്ല. നമ്മളിപ്പോൾ സിന്ധു നദിയുടെ സൈഡിൽ കൂടെ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഹാനൂത്താങ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ പോകുന്ന വഴിക്ക് അപ്പുറം ഇഷ്ടംപോലെ ഗ്രാമങ്ങൾ കാണാൻ പറ്റും. അയ്യോ, ഇതെല്ലാം നദി കെട്ടിടങ്ങൾ മുങ്ങിയതാണോ? ഇതുകൊണ്ടോ നദി കയറി വന്നിട്ട് ഇത് കണ്ടില്ല, അവിടെ ഒരു വീടുണ്ടായിരുന്നത്, ആ വീടൊക്കെ മുങ്ങിപ്പോയത് കൊണ്ടോ നോക്കി. എൻ്റെ ദൈവമേ, അതിൻ്റെ നടുക്കൂടാണ് റോഡും പടുത്ത് വെച്ചിരിക്കുന്നത്. അടിപൊളി ദൈവമേ. നമ്മളങ്ങനെ ഹാനൂത്താങ് എന്ന് പറഞ്ഞ സ്ഥലം പോകുന്ന വഴിക്കാണ്. ഹാനു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് ഇവിടെ ഒരു വീരൻ സ്തംഭി കഫേ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു 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 ഷോപ്പ് കണ്ടത്. അപ്പോൾ ഇത് ഒരു സൗത്ത് ഇന്ത്യക്കാരൻ ഒരു പുള്ളിയുടെയാണ്. ലഡാക്കിൽ ഏത് കുഗ്രാമത്തിൽ പോയാലും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ആരെങ്കിലുമൊക്കെ വക കിട്ടും. ഒന്നുകിൽ നമ്മുടെ പട്ടാളപ്പക്കാർ വക കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് നാട്ടുകാരോ എന്തെങ്കിലുമൊക്കെ കിട്ടും. പട്ടിണി അടക്കിയാലേ ഇവിടെ വന്നിട്ട്. 20 മിനിറ്റിൽ പൊറോട്ട, ചിക്കൻ കറി പൊറോട്ട. ആ അരമണിക്കൂറാ? ഇപ്പം പെട്ടെന്ന് എന്താ കിട്ടുക? എന്നാ ദോശ കഴിച്ചിട്ട് പോവാം പോരെ. പൊറോട്ട വൈകിട്ട് വീട്ടിൽ തന്നെ കഴിക്കാം. ആർമി ക്യാൻറ്റീനാണോ? ആർമി ക്യാൻറ്റീനാ? ആ ഓക്കെ ഓക്കെ. ആർമിക്കാർ കഴിക്കുമോ എല്ലാവർക്കും? ആ അത് ശരി, കൊള്ളാമല്ലോ. എന്തെങ്കിലും കിട്ടുന്ന കഴിച്ചിട്ട് പോവാം. ആ എനിക്കും വേണം ചായ. ചായ 2 ചായ വേണം. അതിൽ ചക്കര പോടാതെ എടുക്കുമോ? ഉണ്ടാക്കി വെച്ചിരിക്കാം. ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. തമിഴ് തമിഴ് ആ ഇവർക്ക് കേരള ഹൗസ് இருக்காங்க. കേരള சாப்பாடெல்லாம் ഉണ്ടാക്കി கொடுக்கும். நீங்க ஊருக்கு போகும்போது ஃப்ளைட் எல்லாம் கிடைக்கிறதுக்கு ஒரு நாள் லேட் ஆகும்ல, அப்ப எங்க வீட்ல வந்து தங்கிக்கலாம். കേരള ഹൗസിൽ അതാക്കും பார்த்தா போதும். ശ്വേത, ഈ വിജനമായ സ്ഥലത്തും ചിക്കൻ കറി 100 രൂപ, പൊറോട്ട 2 എണ്ണം പൊറോട്ടയും കറി 50 രൂപ, ഒരു പൊറോട്ട 15 രൂപ, മസാല ദോശ 70 രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും അഫോർഡബിളായിട്ട് ഇവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പട്ടാളക്കാരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. വേറെ ആര് ചെയ്താലും അത്രയൊന്നും അഫോർഡബിളായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇത് പട്ടാളക്കാർക്കും പിന്നെ നാട്ടുകാർക്കും കഴിക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ഭക്ഷണം സെറ്റപ്പൊക്കെ. നമ്മൾ 2 ദോശയൊക്കെ പറഞ്ഞേ. ഇവിടെ നിന്ന് ഒരു വഴി ഇങ്ങോട്ട് കിടക്കുന്നത് കണ്ടോ. ഇത് ആദിത്യ ബിർള നിർമ്മൽ ഗ്രാമപഞ്ചായത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ മേളിലൊരു ഗ്രാമമുണ്ട്. ഇത് ആദിത്യ ബിർള ഫണ്ട് ചെയ്യുന്നതോ അവർ സപ്പോർട്ട് ചെയ്യുന്നതോ അങ്ങനെ എന്തോ ഒരു ആയിട്ടുള്ളൊരു ഗ്രാമമാണെന്നാണ് നമ്മളോട് ഇവർ പറഞ്ഞത്. ഈ വഴി കൂടെ ഒരു 20-25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു പാസ്സുണ്ട്. 21 കിലോമീറ്റർ. ആ പാസ് പോയി കഴിഞ്ഞാൽ ആ പാസ് എന്ന് പറയുന്നത് നമ്മുടെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെ ഭാഗമാണ്. അതായത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലേക്ക് എത്തും. നമുക്ക് അങ്ങോട്ട് സിവിലിയൻസിന് പോകാൻ പറ്റില്ല. ഈ കാണുന്ന ഹന്തൻ ബ്രോക്ക് എന്ന് പറഞ്ഞ സ്ഥലം ഗൂഗിൾ മാപ്പിൽ കാണാൻ വഴി നമുക്ക് കുറച്ചൊക്കെ പോകാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾ പാകിസ്ഥാൻ ബോർഡറിലേക്കാണ് നമ്മൾ എത്തുന്നത്. എന്താ ഇത്? സാമ്പാറാണോ?
സാമ്പാറും ദോശ കിട്ടിയപ്പോൾ ആള് ഹാപ്പി. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു, കൊടുത്തു. നമ്മൾ ശരിക്കും വിശന്നിട്ട് കയറിയൊന്നും അല്ല, സൗത്ത് ഇന്ത്യൻ കണ്ടപ്പം ഒരു സ്നേഹം, സപ്പോർട്ട്, അങ്ങനെ കയറിയതാണ്. നല്ല അടിപൊളി നാടൻ ചായ, 10 രൂപ ചായക്ക് ഇവിടെ ലഡാക്കിൽ ഗ്രാമത്തിൽ കാഴ്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ ആക്ച്വലി ലേ ഭാഗത്തേക്കാണ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി നമുക്ക് അടുത്ത ഗ്രാമം, നമ്മളിപ്പോൾ ഹാനൂത്താങ് ഗ്രാമം എത്തും, അവിടെ ഒന്ന് കാണാം. അയ്യോ പൊള്ളുന്നേ, എന്ത് ചൂടാശ്വാസം ഇത് എൻ്റെ ലഡാക്കല്ല, എൻ്റെ ലഡാക്ക് ഇങ്ങനല്ല. ഞാനാണ് വല്ല അടുത്ത് ജാക്കറ്റ്, ഋഷിക്കൊക്കെ ജാക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. ഇവിടെ വന്നിട്ട് 20-25 ഡിഗ്രി സെൽഷ്യസ് ചൂട് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഫീൽസ് ലൈക്ക് 30. എറണാകുളത്ത് ഒരു ഇത്രയും ചൂടില്ലാന്ന് തോന്നും, അത്രയ്ക്ക് പൊള്ളണ ചൂടാണ്, ഒരു രക്ഷയില്ല. ഇതെപ്പോഴും സമ്മറിൽ ഇങ്ങനെയാണോ അതോ ഈ വർഷം ചൂട് കൂടിയിട്ടാണോ? ഓരോ വർഷം ചൂട് കൂടിക്കൊണ്ടിരിക്കുക ആണോ? ദൈവമേ, എന്താ അല്ലേ സംഭവിക്കുന്നത്? കാലാവസ്ഥാ മാറ്റങ്ങളുടെ പ്രശ്നങ്ങളാണ്. അവിടെ ഒരു പുതിയ പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. മെമ്മോറിയലൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗത്ത് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, ആ ആളുടെ ഒരു മെമ്മോറിയലുണ്ട് അവിടെ. ഇതുപോലെയുള്ള ഈ വെള്ളം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? ഈ വെള്ളം നദിയിലോട്ട് ചെന്നിട്ട് പോകുമ്പോഴാണ് ഭയങ്കര മോശം കളറിലേക്ക് മാറുന്നത്. ഇതൊക്കെ എവിടെ നിന്നൊക്കെയോ മലയുടെ മേളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളങ്ങളാണ്. പക്ഷേ ചൂടിന് മാത്രം ഒരു കുറവുമില്ല. അതിനിടയ്ക്ക് ഇത് ലോറിക്കകത്ത് വെള്ളം കയറ്റിക്കൊണ്ട് പോകുന്നത്. നമ്മൾ ആ ഹാനൂത്താങ് വില്ലേജ് നോക്കി പോവായിരുന്നു. പ്രത്യേകിച്ച് ബോർഡൊന്നും കണ്ടില്ല. ഇവിടെ താഴേക്കൊരു വഴി, ഈ പച്ചപ്പുള്ള സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അവിടെ ആയിരിക്കും സാധാരണ നമുക്ക് ഈ വില്ലേജും വീടുകളൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ പച്ചപ്പുള്ള സ്ഥലങ്ങൾ അതെല്ലാം ഈ പറഞ്ഞ പോലെ നദീതീരത്ത് തന്നെ ആയിരിക്കും. ചോക്ലേറ്റ് ഷേക്ക് പോലെ ഉണ്ടല്ലേ ചേതാ? മിൽക്ക് ഷേക്ക് അല്ലേ? ചോക്ലേറ്റ് ഷേക്ക് പോലെ ഉണ്ട് ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ, അതേപോലെ ഉണ്ട് ഇല്ലേ? കാര്യമായിട്ട് ഉണ്ട്, അതേപോലെ ഉണ്ട്. ഇവിടെയൊക്കെ ഇത് വീടാണോ? അയ്യോ, ഗേറ്റൊക്കെ കണ്ട് നമ്മൾ വന്നതാ. ഇത് ഒരാളുടെ വീടായിരുന്നോ? ഇത് ഗസ്റ്റ് ഹൗസ് വല്ലതാണോ? അയ്യോ, വേഗം തിരിച്ചപ്പോ സോറി, വഴി തെറ്റി വന്നാണ് ഗൈസ്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നത് ഒരു വീടായിരുന്നു ഗൈസ്, അതൊരു ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു. ഇത് വില്ലേജിലേക്കുള്ള എൻട്രി ആയിരിക്കും. 2 ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. ഞാൻ മല കണ്ടോ? നോക്കി, അത് കണ്ടോ? നിൽക്കുന്ന ഇത് കണ്ടോ? അതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു വീടും ഉണ്ട്. നമ്മൾ ആ ഒരു വില്ലേജിലേക്ക് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുക. കണ്ടോ? ഇത് നമ്മൾ നേരത്തെ പോയ ആ ഒരു വില്ലേജ് പോലൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. പണ്ടത്തെ ആൾക്കാരൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തൊക്കെ ആ ഒരു രീതിയിലൊക്കെ ഫീൽ ചെയ്യും. ഇത് പുല്ലൊക്കെ എവിടെ നിന്നൊക്കെയോ പറിച്ചുകൊണ്ട് ഈ ആടിനും പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടി, പശു ഇവിടെ കുറവാണ്, ആടാ കൂടുതൽ. ആടിനൊക്കെ കൊടുക്കാൻ വേണ്ടി, പശു ഉണ്ടല്ലേ, കൊടുക്കാൻ വേണ്ടി ആയിരിക്കും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വീടുകളുണ്ട്. ഇതിനിടയ്ക്കൊക്കെ മറ്റേ വാൾനട്ടിൻ്റെ മരങ്ങളും, വാൾനട്ടാണ് കൂടുതലും, വാൾനട്ട് മരങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീടുകളും മറ്റുമൊക്കെ ആയിട്ട്. നമുക്ക് ഇഷ്ടംപോലെ കൃഷിയുണ്ട്, എല്ലാം ഫ്രൂട്ട്സാണ്. വില്ലേജിലൊന്നും വന്ന് പകൽ സമയത്തൊന്നും ആരെയും കാണാൻ പറ്റത്തില്ല, വളരെ കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ. യുവാക്കളെയൊക്കെ കാണണമെങ്കിൽ ഈ രാവിലെയും വൈകിട്ടൊക്കെ വരണം, കാരണം ഇവരൊക്കെ പകല് പണിക്ക് പോകുന്നൊക്കെയാണ് പറയുന്നത്. ഇവരൊക്കെ എവിടെയായിരിക്കും പണിക്ക് പോകുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എവിടെയായിരിക്കും പണിക്ക് പോകുന്നത്? ഫീൽഡിലോ? ആണോ? ലോകത്തിൻ്റെ ഏതൊക്കെ കോണിൽ, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ മലയുടെ മേളിലും താഴേക്കാണ് ആൾക്കാർ താമസിക്കുന്നത് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ആൾക്കാർ താമസിക്കുന്നത്. ഇവിടെ ഉള്ള എല്ലാ ഗ്രാമങ്ങളിലേക്കും റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. ഇവിടെ കയറി വന്നപ്പോഴാണ് ഇവിടുത്തെ റിയൽ സംഭവം മനസ്സിലായത്. ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്, ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അതായത് ബുദ്ധമതക്കാരും മുസ്ലിം മതക്കാരും ഒക്കെ താമസിക്കുന്ന ഒരു ആര്യൻ വില്ലേജ്. ഇത് ഗവൺമെൻറ് മിഡിൽ സ്കൂൾ ഹാനൂത്താങ് ലഡാക്ക്. സ്കൂളിൽ ടീച്ചറൊക്കെ ഉണ്ട്. വാ, ടീച്ചേഴ്സും പിള്ളേരൊക്കെ ഉണ്ട്, അവർ നോക്കുന്നു നമ്മളെ. ഇതാണ് ഇവിടുത്തെ വില്ലേജ്. ഇത് കണ്ടോ? ആ വില്ലേജിൽ നമുക്ക് 2 പള്ളി കാണാൻ സാധിക്കുന്നുണ്ട്. ആ 2 പള്ളി, ഒന്ന് ഒരു സിൽവർ മകുടവും ഒന്നൊരു ഗോൾഡൻ മകുടവും ആണ്. ഇത് ഇവിടെ ഈ സുന്നിയും ഷിയയും 2 വിഭാഗക്കാരും ഉണ്ട്. ചിലപ്പോൾ ഇത് രണ്ട് പേരുടെ പള്ളികളാണോ എന്നെനിക്കറിയത്തില്ല. ഇവിടെ ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ. നോക്കി, താഴെ കണ്ടോ വീടുകൾ? ഈ പള്ളിനെ പറ്റി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഭാഗത്തൊക്കെ 1-2 വീടുകളും മറ്റുമൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. വേറെ ഒന്നുമില്ല. ഇവിടെ നിന്ന് കാറിൽ പോകണമെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ ഓടണം. ഒന്ന് ലേ എത്തണമെങ്കിൽ 4-5 മണിക്കൂർ പോകണം. ഇവർക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ എവിടെയൊക്കെ പോകണമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആളുകൾ ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി അല്ലേ? എത്ര റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങൾ. ഇത് നിങ്ങൾ നോക്ക്. ഞാൻ പറയുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? അതായത് ചുറ്റിനും മലകളാണ്. ഇവിടെ നിന്ന് അടുത്തൊരു വില്ലേജ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു 10-30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ കുറച്ച് വീടുകളൊക്കെ കാണുകയുള്ളൂ.
ഇപ്പം ഇവർക്ക് ഇവിടെ ഇൻ്റർനെറ്റും ബാക്കിയുള്ള സൗകര്യങ്ങളും ഒക്കെ കിട്ടി. ഇപ്പോൾ ഇവിടെ എയർടെലിന് 4G ഉണ്ട്. പണ്ട് അതൊന്നും ഇല്ലായിരുന്ന ഒരു കാലമായിരുന്നു. ഇൻ്റർനെറ്റോ ബാക്കിയുള്ള സംഭവങ്ങളോ കണക്ടിവിറ്റിയോ വൈദ്യുതി പോലും ഇല്ലായിരുന്ന കാലമാണ്. ഇപ്പോഴാണ് ഇവർക്ക് റോഡ് പോലും പണിത് വരുന്നത്. ഈ ഗ്രാമത്തിലേക്ക് റോഡ് കണക്ടിവിറ്റി ടാറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുപോലും വരുന്നത് ഇപ്പോഴാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ ആൾക്കാർ കുളിക്കുന്നത് ഈ ട്രക്കൊക്കെ കൊണ്ടിട്ട് പണിക്കാരാണെന്ന് തോന്നുന്നു. ഇവരിവിടെ നിന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുളിക്കുന്നത് നോക്കി. ലോകത്തിന്റെ അറ്റത്തെത്തി. വേറെ എന്തൊന്നും ഗുരുത്വാകർഷണം വേറെ ഒന്നും അവിടെ ചിന്തിക്കാനില്ല. എന്തൊക്കെയാണോ പറയുന്നത്? അറ്റത്തൂടെ പൊക്കോണ്ടിരിക്കുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മതി. സിന്ധു നദിയിൽ കിടക്കുക. എന്നിട്ട് അവിടെ പോയി സംസ്കാരം പഠിച്ചിട്ട് വരാം നമുക്ക്. പോരെ എല്ലാവരും ഇരുന്ന് ഉറക്കവാ. അപ്പൊ ഇത് എനിക്കിരുന്ന് മടുത്ത് സത്യം പറഞ്ഞാൽ. ഈ ഒരു സെയിം കാലാവസ്ഥ ഒന്ന് മാറി വേറെ എന്തെങ്കിലും വരണ്ടേ? കുറച്ച് മഞ്ഞ് കാണാൻ കിട്ടും എവിടെങ്കിലും. ഞങ്ങളിപ്പോൾ ട്രാവൽ ഏജൻസിയാണ് മെയിനായിട്ട്. പണ്ടും അത് തന്നെ. പക്ഷെ ഒത്തിരി ബൈക്കേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് പൈസ ഇല്ല. നമ്മളിങ്ങനെ റോഡ് പണിയൊക്കെ നടക്കാണ് ഇവിടെ പല സ്ഥലത്തും. റോഡ് പണിയൊക്കെ നടക്കുന്നതിനിടയ്ക്ക് എന്തോ ക്യാമറ താഴെ ഇടൂല കേട്ടോ. ഞാൻ പുറകെ വന്നു ഗൈസ്. ഞങ്ങൾ സീറ്റ് എക്സ്ചേഞ്ച് ആയി. ഞാൻ പുറകെ വന്നു. എനിക്ക് ഈ സിന്ധു നദി കണ്ട് മടുത്തു. എനിക്കിനി വേറെ എവിടെയെങ്കിലും കാണണം, വേറെ എന്തെങ്കിലും കാണണം. അവിടെയൊക്കെ മൊത്തം വില്ലേജസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ മേളിലും ഉണ്ട് വില്ലേജസ്. എവിടെ നോക്കിയാലും ഈ പച്ചപ്പ് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വില്ലേജസ് കാണാം. അതെ, ഇത് എന്തെങ്കിലും ലേയിലെത്തും. പൊറോട്ട കിട്ടോ? പൊറോട്ട പൊറോട്ട ബീഫും കിട്ടോ? ബീഫ് കിട്ടൂല, ചിക്കൻ കിട്ടും. പൊറോട്ടയും ചിക്കൻ കറി. ഓക്കെ. അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നാഷണൽ ഹൈവേ 1 എത്തിയിരിക്കുകയാണ്. നാഷണൽ ഹൈവേ 1 എന്ന് പറയുന്നത് നമ്മുടെ കാർഗിൽ ലേ, അതായത് ശ്രീനഗറിൽ നിന്ന് ലേ പോകുന്ന റോഡാണ്. ഈ റോഡിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ ഹൈവേയിൽ കയറിയിട്ട് ഒരു ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയാണ്. പക്ഷെ ടീ പറഞ്ഞില്ലല്ലോ. ഏതാ? എന്തോ ദാബയോ? ദാബയിൽ കയറി നൂഡിൽസ് കഴിക്കുന്ന കഴിച്ചു. ലഡാക്കിലെ പഞ്ചാബി ദാബയിൽ നിന്നും ചായയും ലൈറ്റ് സ്നാക്സും കഴിച്ച് നമ്മൾ ഇനി ലേയിലേക്ക് പോവുകയാണ്. കുറേ ദിവസമായി ലേലെന്ന് പറഞ്ഞുകൊണ്ടിറങ്ങുന്നു. ഇനി ഞാൻ ഓടിക്കും വണ്ടി. എൻ്റെ പൊന്ന് സുധീഷ് ബ്രോ, ഞാൻ ഈ ഉണങ്ങിയ മല കണ്ട് മടുത്തു. ഇച്ചിരി മഞ്ഞുള്ള മല കാണിച്ചു തരുമോ? എനിക്ക് മഞ്ഞുള്ള മല വേണം. മഞ്ഞുള്ള മല. ഇവിടെ 31 ഡിഗ്രി സെൽഷ്യസ് 32 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ലഡാക്കിലെ കാലാവസ്ഥ. നിങ്ങളത് ആലോചിച്ച് നോക്കി. ഞാനാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഇച്ചിരി തണുപ്പ് കിട്ടട്ടെ എന്നൊക്കെ കരുതി വന്നതാ ലഡാക്കിലേക്ക്. ജാക്കറ്റൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. ജാക്കറ്റ് പോയിട്ട് ഇതുവരെ ഒന്നും പറയണ്ട. ചൂടാന്നറിയ ഇവിടെ. അതുപോലെ ചൂടാ, ഒരു രക്ഷയില്ലാത്ത ചൂടാ. ഇത്രയും സമ്മറൊക്കെ ഇവിടെ ഉണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല. ഈ ചൂടത്ത് ഇങ്ങോട്ട് വരണ്ട. ഇതിലും തണുപ്പുണ്ട് ഞങ്ങളുടെ മൂന്നാറിൽ. ഇല്ലേ? നിങ്ങളുടെ മൂന്നാറിൽ ഇതിലും തണുപ്പില്ലേ? നിങ്ങൾ മൂന്നാറുകാരല്ലേ? ഇവര് മൂന്നാറുകാരാ. മൂന്നാറിന്ന് ഇവിടെ വന്നിട്ട് ലഡാക്കി കിടക്കുക. ഇവിടെ ലേ എത്തുന്നതിന് മുമ്പായിട്ട് ഗുരുദ്വാര ശ്രീ പത്തർ സാഹിബ് എന്ന് പറഞ്ഞൊരു ഗുരുദ്വാരയുണ്ട്. അപ്പോൾ നമുക്ക് ഗുരുദ്വാര കയറണം. പക്ഷേ ഇത് തലയിൽ കെട്ടിയാൽ മാത്രമേ അവരകത്ത് കയറ്റുള്ളൂ കേട്ടോ. അപ്പം കെട്ടിത്തരാം. തലേന്ന് ഊരിയാൽ അവർ വഴക്കുണ്ട്. ഓക്കെ, ഇതിങ്ങനെ കെട്ടിയാൽ അകത്ത് കയറാൻ പറ്റുള്ളൂ. അമ്പലമല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. അതിന് തൊടരുത് കേട്ടോ. അത് തൊട്ടേ ഞാൻ ഊരി പോവേ. ഇവിടെ എന്താ പറയുക, ഗുരുദ്വാരയിൽ കയറാൻ വന്ന. അപ്പോൾ ഞാൻ ഷോർട്സ് അല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഷോർട്സ് ഇട്ടിട്ട് കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. സോ അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഋഷിയും സുധിയും കൂടെ അകത്തോട്ട് പോയിട്ടുണ്ട്. അവർ പിന്നെ ഭയങ്കര കമ്പനി ആയതുകൊണ്ട് അവർ പോയിക്കോളും. ഋഷി അകത്ത് പോയോ? എങ്ങനെയുണ്ട്? നല്ലതാണോ? നിങ്ങൾ 8 കൊല്ലം ആയില്ലേ ലേയിൽ വന്നിട്ട്? ഫസ്റ്റ് ടൈം അല്ലേ ഇതിൽ കയറുന്നത്? എങ്ങനെയുണ്ട്? അതാണ് ഗുരുദ്വാര ശ്രീ പത്തർ സാഹിബ് എന്ന് പറയുന്നത്. ഋഷിക്ക് ലഡു വേണോ? ലഡു വേണോ? വാ തരാം. വാ, ഇവിടെ ഫ്രീ ചായയും ഫുഡും ഒക്കെ വെച്ചിട്ടുണ്ട്. ലഡു എടുത്ത് തരാം. വാ, കരയെ തുറക്കൂ ഗായ്സ്. ലഡു. ഓ, ഈ പച്ചപ്പ് ഇതാണോ നിങ്ങൾ പറഞ്ഞല്ലേ? പച്ചപ്പുള്ളല്ലേ? ലേ എത്തിയില്ലല്ലോ.
സമയത്താറായപ്പോഴത്തേക്കിനും പച്ചപ്പ് തുടങ്ങി ഗൈസ്. നോക്കൂ, ഇവിടെ മൊത്തം ബുദ്ധസ്തൂപങ്ങളാണിപ്പോൾ. ബുദ്ധസ്തൂപങ്ങൾ ശരിക്കും ഈ പച്ചപ്പ് നിറഞ്ഞ ലേ കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പച്ചപ്പുള്ള ലേ കാണണമെന്നുണ്ടെങ്കിൽ, ലഡാക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വരണം. പക്ഷെ ആ സമയത്ത് ഭയങ്കര ചൂടായിരിക്കും. മഞ്ഞിൻ്റെ ഒരു പൊടി പോലും ഇവിടെ കാണാനില്ല. നമ്മളിതേ ലേയിലേക്ക് എത്തിയപ്പോഴത്തേക്കിന് ഇത് എന്ത് വലിയ റോഡൊക്കെയാണ് ഇവിടെ. 6 വരി റോഡോ? കുറച്ചേ ഉള്ളൂ, എന്നാലും 6 വരി റോഡ്. എയർപോർട്ടിന്റെ ഒരു പരിസരത്തൂടെ നമ്മളിപ്പം വെൽക്കം ടു ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിടുക്കാച്ച റോഡാണല്ലോ ഇവിടെ എല്ലാം. വരുന്നുണ്ടോ? എടാ ഇവിടെ വാടാ, റൂമിൽ പോകണ്ടേ? നിനക്ക് ഓർമ്മയുണ്ടോ ഇവിടെ വന്നത്? ആ മൂവാ, എന്തോന്ന് മൂവാ, ബാ നീ ബാ ഇങ്ങോട്ടെ, നടക്ക് ഒന്നുമില്ല. അതിനൊന്ന് ഫുഡ് കൊടുക്കണ്ട കേട്ടാ, പട്ടിണി കേട്ടാവേ കേട്ടോ, പട്ടിണി കേട്ടാ ബാ. യെസ്, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പുതിയ കേരള ഹൗസ്. അത് ശരി. പഴയ കേരള ഹൗസ് അപ്പുറത്തായിരുന്നു കേസ്, ഇപ്പം പുതിയ കേരള ഹൗസായി ഇവിടെ. അതായത് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, ലഡാക്കിലെ കേരള ഹൗസ്. ജോഷ്നയുടെയും അതേപോലെ തന്നെ സുധിയുടെയും സ്വർഗം സെറ്റപ്പ്. അവർ താമസിക്കുന്നത് അവിടെ. പിന്നെ ഇവിടെ വരുന്ന ഗസ്റ്റ് എന്തോ ഡോഗി അവർ താമസിക്കുന്നത് അവിടെ മേളിലും താഴെ. പിന്നെ ഇവിടെ വരുന്ന മലയാളികളായിട്ടുള്ള ഗസ്റ്റിന് താമസിക്കാനുള്ള റൂമുകളാണ് ഈ കാണുന്നതൊക്കെ. 2 നേരം ഭക്ഷണം അടക്കം മലയാളികൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് താമസിക്കാം. എല്ലാവിധ ഗൈഡൻസും പിന്നെ ടൂർ പാക്കേജുകളും പരിപാടികളും എല്ലാം സുധിയും ജോഷ്നയും കൂടെ ആണ് അറേഞ്ച് ചെയ്യുന്നത്. ഭയങ്കര സംഭവമാണ്. 8 വർഷമായിട്ട് അവരിവിടെ ലഡാക്കിലാണ്. എന്താ ലേറ്റ് എന്താ? എനിക്ക് ബാത്റൂമിൽ പോകണം, എനിക്ക് കുളിക്കണം, എൻ്റെ ദേഹം മൊത്തം ചെളിയും പൊടിയുക. ഞങ്ങളങ്ങനെ ഇവിടെ ഇവരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നു. ലേ നഗരമാണ് ആ കാണുന്നത്, ലേ നഗരത്തിൽ ഈ കാണുന്നതാണ് ഇവിടുത്തെ മുറികളെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു മുറി തന്നു, പക്ഷേ ഞങ്ങൾ ഈ മുറി വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഈ മുറി അടിപൊളിയായിരുന്നു. ഈ മുറിയിൽ ഭയങ്കര വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വലിയ മുറി, ഒരു സ്വീറ്റ് റൂം പോലത്തെ ഒരു കിഡിലെ മുറി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നുണ്ടല്ലോ, കൊച്ചിനെയും കൊണ്ട് ഇവിടെ ഇച്ചിരി റിസ്ക്കാണ്. നല്ല അടിപൊളി ബാത്റൂമൊക്കെ ആയിട്ട് നല്ല കിഡിലെ സെറ്റപ്പ് ആട്ടത്. ഇത് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ അകത്തേക്ക് വേറെ മുറിയിലേക്ക് മാറാം എന്ന് തീരുമാനിച്ചു. കാരണം ഇത് ഋഷി നമുക്ക് ഇവിടെ ഇരിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് മാറാമെന്ന് വിചാരിച്ചു. ഇത് മൊത്തം ഇവരുടെ ഗസ്റ്റ് ഹൗസാണ്. ഇത് കുറേ റൂംസ് ഉണ്ട് കേട്ടോ ഇവിടെ, ഉണ്ടല്ലേ? ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൂംസാണ്. പിന്നെ ഇത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. ഇവിടെ താമസിക്കുന്നവർക്ക് ഭക്ഷണം അടക്കമാണ് റേറ്റ്. പിന്നെ ഇവിടെ ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലേ? ഋഷിക്ക് ഇവിടെ ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ഓക്കെ, ആ കഥ അടച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി. ഇത് 3 പേർക്ക് കിടക്കാവുന്ന ഒരു മുറി, ഫാനുണ്ട്, സെയിം സെറ്റപ്പ്. ലഡാക്കിലൊക്കെ ഫാൻ ഇട്ട് കിടക്കേണ്ട അവസ്ഥയാണ് ഗൈസ്. AC വരെ വയ്ക്കും മിക്കവാറും ഇവിടെ ആൾക്കാർ. എൻ്റെ അമ്മോ, ഇതൊരു റൂമിൻ്റെ വലിപ്പം ഉണ്ടല്ലോ ഈ ബാത്റൂമിന്. എൻ്റെ ദൈവമേ, അടിപൊളി. അങ്ങനെ നമ്മൾ കേരള ഹൗസിൽ നിന്നും എന്താണ് കഴിക്കുന്നത്? ചോറ്, സാമ്പാറ്, ചോറ്, കുത്തിരിച്ചോറ്, സാമ്പാറ്, പിന്നെ നമ്മുടെ നാടൻ ചിക്കൻ കറി, ഇത് ഫിഷ് ഫ്രൈ ആണോ കറിയാണോ? ഫിഷ് റോസ്റ്റ്, പിന്നെ കുത്തിരിച്ചോറൊക്കെ കണ്ടില്ലേ, കുത്തിരിച്ചോറ്, പിന്നെ ക്യാബേജ്, പിന്നെ ഇത് തോരൻ, ഇത് റൈത്ത, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നിങ്ങളിവിടെ റെസ്റ്റോറൻ്റ് ആയിട്ടില്ലല്ലോ, നിങ്ങളിവിടെ താമസിക്കുന്നവർക്ക് മാത്രമല്ലേ ഫുഡ് കൊടുക്കുള്ളൂ? കൊടുക്കൂല്ലേ? ആണല്ലേ, അടിപൊളി. ഇവരുടെ വീട്ടിലാണ് ഇവരുടെ വീട്ടിലിരുന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. വീടെന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് തന്നെയാണ്, നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഫുഡ്.